റയൽ മാഡ്രിഡ് ആവട്ടെ, ബാഴ്സലോണ ആവട്ടെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആവട്ടെ, അതുപോലെ ഏത് ക്ലബിൻ്റെ സൈനിങ് എടുത്താലും എൻ്റെ പൊന്നടാവ് ഒരു രക്ഷയില്ലാത്ത സൈനിങ് ആണ് എല്ലാവരും ചെയ്തതെന്നുള്ളതാണ് അല്ലേ. എന്നാ സൈനിങ് ഒന്നും പറയാനില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈ സീരീസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ ലഘുവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് സൈനിങ് ഓഫ് ഈച്ച് ക്ലബ്. നമ്മളിങ്ങനെ ഓരോ ക്ലബ്ബിലെ ഏറ്റവും ബെസ്റ്റ് സൈനിങ് ഏതാണെന്ന് നോക്കാൻ പോവുകയാണ്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടെ കൂടുക, അതായത് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നു. Hello guys, after a long time I am back with a long format video in Andapan Talkie Sports Club. അപ്പോൾ ആൻഡപ്പൻ ടോക്കീസ് പോഡ്കാസ്റ്റിൻ്റെ സ്പോർട്സ് ക്ലബ്ബിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഒരുപാട് കഥ അടിക്കണില്ല, നേരെ കാര്യത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലോങ് ഫോർമാറ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു സീരീസ് പോലെ നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാമിൽ ചെയ്തിരിക്കുന്ന സംഭവത്തിൻ്റെ ഒരു കുറച്ചും കൂടി ഒരു വലിയ വേർഷൻ എന്നുള്ളതാണ് സംഭവം. അപ്പോൾ അതിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാഴ്സലോണ ഈ ബാഴ്സലോണ എന്ന് പറയുന്നതിന് മുമ്പ് ബാഴ്സലോണ ആവട്ടെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആവട്ടെ, മാഞ്ചസ്റ്റർ സിറ്റി ആവട്ടെ, ഏത് ക്ലബിനെ എടുത്ത് നോക്കിയാലും നെപ്പോളി, AC മിലാൻ, ഇവരുടെ എല്ലാവരുടെയും സൈനിങ് ഭയങ്കര അടിപൊളിയാണ് ഈ വർഷം എന്നുള്ളത് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ വർഷവും നമുക്ക് സൈനിങ് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം വന്ന് വീഴുമെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര എല്ലാ സൈനിങ് കഴിയുമ്പോഴും വാവ് 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 എന്ന് പറയാനുള്ളൊരു ഫീലിംഗ് തരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ബാഴ്സലോണ, എൻ്റെ ഫേവറേറ്റ് ക്ലബ്ബായിട്ടുള്ള ബാഴ്സലോണ ലാലിഗയിൽ ചെയ്തിട്ടുള്ള സൈനിങ്ങുകളുണ്ടല്ലോ. ലാലിഗയ്ക്ക് വേണ്ടി മാത്രമല്ല, പക്ഷെ എന്നാലും ചെയ്തിട്ടുള്ള സൈനിങ്ങുകളെ കുറിച്ചുള്ളൊരു ഒപ്പീനിയൻ, ഏതാണ് ബെസ്റ്റ് സൈനിങ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ബാഴ്സലോണയെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം, ഈ പറയുന്ന പോലെ ബാഴ്സലോണയെ എല്ലാവരും കളിയാക്കിയാലും സത്യത്തിൽ ബാഴ്സലോണയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ സൈനിങ്ങുകൾ നടത്താൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസിലാണോ ബാഴ്സലോണ എന്ന് പറയുന്ന ക്ലബ്ബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഏകദേശം ഇപ്പോഴാണ് അവരുടെ കടങ്ങളെല്ലാം വീട്ടി ഇതൊക്കെ തീർക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ആ സമയത്ത് ഈ പറയുന്ന പോലെ തന്നെ ഈ വർഷത്തെ സൈനിങ്ങുകൾ എന്ന് പറയുന്നത് വാസ് ലൈക്ക് ടോപ്പ് ക്ലാസ് തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ നല്ല ടോപ്പ് ടാലൻസിനെ തന്നെ ക്ലബിലേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് ബാഴ്സലോണ എന്ന് പറയുന്ന ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇസ് വെരി പോസിറ്റീവ്. അപ്പോൾ എൻ്റെ ദി ബെസ്റ്റ് ഇപ്രാവശ്യത്തെ സൈനിങ് ഏതാണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും എനിക്കറിയാം നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിലേക്കും ആദ്യം തന്നെ ഓടിപ്പോകാൻ പോകുന്ന ഒരൊറ്റ പേരേ ഉണ്ടാവുള്ളൂ, ഏതാണ്? റാഷ്ഫോർഡ് ആണെന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൽ എന്തായിരുന്നു, പ്രീമിയർ ലീഗ് കാണാറുണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും അതുപോലെ തന്നെ ആസ്റ്റൺ വില്ലയിലും ഒക്കെ പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ റാഷ്ഫോർഡ് എന്ന് പറയുന്ന സൈനിങ് ബാഴ്സലോണയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു ലോട്ടറി ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല. ആൻഡ് ഇപ്പം മറ്റേ കുറച്ച് നല്ല ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നൈസായിട്ടൊന്ന് തേച്ചപ്പോൾ അല്ലെങ്കിൽ ഒഴിവാക്കിയപ്പോൾ ബാഴ്സലോണ എന്ന് പറയുന്നത് മാത്രമായിരുന്നു റാഷ്ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു തുരുമ്പ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അത് പിടിച്ച് റാഷ്ഫോർഡ് കയറാൻ ശ്രമിക്കുന്നു. അതിനൊപ്പം ബാഴ്സലോണയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ഓപ്പർച്യൂണിറ്റി ഈ പറയുന്ന പോലെ തന്നെ വേറെ നിക്കോ വില്യംസിനെയും ലൂയിസ് ഡയാസിനെയും ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ റാഷ്ഫോർഡ് വന്ന് വീഴുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഓപ്ഷൻ ഒന്നും ആയിരുന്നില്ല എന്നുണ്ടെങ്കിലും കിട്ടിയത് ദി ബെസ്റ്റ് ആണെന്നുള്ളതാണ്. പക്ഷേ ഇതാണോ എൻ്റെ ബെസ്റ്റ് സൈനിങ് ഓഫ് ബാഴ്സലോണ, അല്ലെങ്കിൽ എൻ്റെ പെർസ്പെക്റ്റീവിൽ ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ ബെസ്റ്റ് എന്ന് പറയുന്നത് ജുവാൻ ഗാസിയ എന്ന് പറയുന്ന ഗോൾ കീപ്പർ തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ലാലിഗ സീസൺ ഫോളോ ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഇത് ഒരു എക്സ്പ്ലനേഷൻ പോലെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നുള്ളത്. കാര്യം ഈ മനുഷ്യനുണ്ടല്ലോ അജാതി പെർഫോമൻസ് ആയിരുന്നു. അജാതി പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലടാ, ലോങ് പാസുകളാവട്ടെ, ഷോർട്ട് പാസുകളാവട്ടെ, സേവുകളാവട്ടെ, റിഫ്ലക്ഷൻ ആവട്ടെ, ഒരു ഗോൾ കീപ്പർ പൊസിഷനിൽ ദി കംപ്ലീറ്റ് പാക്കേജ് ആണ് ഗാസിയ എന്ന് പറയുന്നത്. ആൻഡ് അതും ഞാൻ പറഞ്ഞില്ലേ, ഒരു ലീഗിൽ ഇത്രയും പെർഫോം ചെയ്ത ഒരു പ്ലെയറിനെ ബാഴ്സലോണയ്ക്ക് ഈ പ്രൈസിന് അവരുടെ ടീമിലേക്ക്, ക്ലബിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ലൈക്ക് ദ ബെസ്റ്റ് സൈനിങ്. അതുകൊണ്ട് തന്നെ റാഷ്ഫോർഡ് എന്ന് പറയുന്നത് ബെസ്റ്റ് സൈനിങ് അല്ല എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ഒപ്പീനിയൻ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ജുവാൻ ഗാസിയ എന്ന് പറയുന്ന ബാഴ്സലോണയുടെ ഇനി 1ാം നമ്പർ ഗോൾ കീപ്പർ ആവാൻ പോകുന്നത്. ഇപ്പം നമ്പർ കിട്ടിയിട്ടുണ്ട്, ഞാൻ പറയുന്നത് ദ ഫസ്റ്റ് ഓപ്ഷൻ ഗോൾ കീപ്പർ എന്നുള്ള രീതിയിൽ ഇനി അങ്ങോട്ട് ബാഴ്സലോണയ്ക്ക് ആ ഗോൾ കീപ്പിംഗ് ആ ഒരു മേഖല ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടിക്കേണ്ടാത്ത സിറ്റുവേഷൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പം തന്നെ നമുക്കറിയാം
ടേസ്റ്റേക്കൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പോഴും പോകുന്നുണ്ട്. മെഡിക്കൽ റിപ്പോർട്ട്സ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ക്ലബ്ബും പുള്ളിക്കാരനും തമ്മിൽ ഏകദേശം ഒരു ഉടക്കിൻ്റെ വക്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്കായി ക്ലബ്ബും പുള്ളിയും രണ്ട് വഴിക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഇങ്ങനെ എന്താ പറയുക, ആ പ്രഷർ കുക്കറിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. അപ്പോൾ അതാണ് സത്യത്തിൽ സിറ്റുവേഷൻ. ആ സമയത്ത് നോക്കുമ്പോൾ ജുവാൻ ഗാർസിയ എന്ന് പറയുന്നത് നമുക്കൊരു ടെൻഷൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് കാര്യം. അവിടെ സേഫാണ്, ആ പൊസിഷനിൽ സേഫാണ്, ഇനി വേറെ ഒന്നും നമുക്ക് ആലോചിക്കാനില്ല എന്നുള്ളതാണ്. പിന്നെ പുള്ളിക്കാരന് ഈ പറയുന്ന പോലെ തന്നെ ആ ലീഗിൽ പെർഫോം ചെയ്തിട്ടോ മറ്റ് ടീമുകളെ കണ്ടോ ഈ സംഭവങ്ങളിലൊന്നും ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള സമയം വേണോ വേണ്ടയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യവും ഇല്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എൻ്റെ പെർസ്പെക്റ്റീവിലും ബാഴ്സലോണയുടെ ഇപ്രാവശ്യത്തെ ദ വെരി ബെസ്റ്റ് സൈനിങ് ഇസ് ജുവാൻ ഗാർസിയ എന്ന് പറയുന്ന ആ ഗോൾ കീപ്പർ തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റൊരു ഒപ്പീനിയൻ ആയിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ റൂണി ആയിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് സൈനിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ബാഴ്സലോണ ആരാധകനാണ്, അല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ഫുട്ബോൾ ഫാനിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബാഴ്സലോണ ചെയ്തിട്ടുള്ള ദി ബെസ്റ്റ് സൈനിങ് ഓഫ് ദിസ് ട്രാൻസ്ഫർ വിൻഡോ ഏതാണ് എന്നുള്ളത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഞാനിനി മറ്റ് ക്ലബ്ബുകളിലെല്ലാം ഓരോ എപ്പിസോഡായിട്ട് വരാം, അതും താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം കൂടെ മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആൻറ്റപ്പൻ ടോക്കീസ് പോഡ്കാസ്റ്റ് സ്പോർട്സ് ക്ലബ്ബിൽ നിന്നും ആൻറ്റപ്പൻ ഈസ് സൈനിങ് ഓഫ്.